മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955400953. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൃശൂരിന്റെയും CITU, INTUC, AITUC എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി അംഗത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൃശൂരിന്റെയും CITU, INTUC, AITUC എന്നീ യൂണിയനുകളും സംയുക്തമായി ചേർന്നാണ് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിനുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെള്ളിയാഴ്ച രാവിലെ 10 മുതലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ക്യാമ്പിന് CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷറഫ്, NK പ്രമോദ് കുമാർ, INTUC ജില്ലാ സെക്രട്ടറി ശ്രീകാന്ത് VR, AITUC സെക്രട്ടറി KK സുനിൽകുമാർ, ക്ഷേമനിധി ബോർഡ് സ്റ്റാഫ് നീതു TS, സജിത് KS എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഇന്ന് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് തൃശ്ശൂർ ക്ഷേമനിധി ബോർഡിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ക്ഷേമനിധിയിലെ കൂടുതൽ ആളുകളെ ക്ഷേമനിധിയുടെ കാര്യങ്ങൾ ബോധവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ അവരുടെ കൈകളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും വേണ്ടി വളരെയേറെ പരിശ്രമമാണ് ക്ഷേമനിധി ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ നമ്മളോടുള്ള അവരുടെ മൃദു സമീപനവും തൊഴിലാളി മേഖലകളിൽ തൊഴിലാളികളെ കൂടുതൽ ചേർക്കുന്നതിന് വേണ്ടി, അവരെ അംഗത്വമെടുക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ക്ഷേമനിധി ബോർഡ് തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളും അവർ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് എത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ജില്ലാ ക്ഷേമനിധി ഓഫീസ് ബോർഡിലെ അംഗങ്ങളെ പ്രത്യേകം ഈ അവസരത്തിൽ നമ്മൾ അവരോട് അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ എല്ലാ തൊഴിലാളികളും ഇതിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുവിധം തൊഴിലാളികളെ എല്ലാം നമ്മൾ ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അവരെല്ലാവരും തന്നെ കൃത്യമായി ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനും അതുപോലെ തന്നെ ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിവരങ്ങൾ അറിഞ്ഞ് അവരിൽ അംഗങ്ങളാവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.